Come and join iLearn IAS and feel the difference. So today we'll be discussing on the topic of Chandrayaan. 2023 വർഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ ആക്ച്വലി സുപ്രധാനമായിട്ടുള്ള ദിവസമായിരുന്നു ഓഗസ്റ്റ് 23. കാരണം ഓഗസ്റ്റ് 23 ആയിരുന്നു നമ്മൾ ആദ്യമായിട്ട് സൗത്ത് പോൾ, ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ ചന്ദ്രയാൻ ഇറങ്ങിയത്. ഈ ഒരു ദിവസം ആണ് ആദ്യമായിട്ട് ഒരു രാജ്യം ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ ഇറങ്ങുന്നത്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് we have had a proud moment that wherein no other country reached, and because of that this particular news was also across the different papers, and even in this year's UPSC exam also we find the question being asked of Chandrayaan. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് ചന്ദ്രയാൻ മിഷൻസ് ഇവോൾവ് ചെയ്തത്, എന്തുകൊണ്ടാണ് സൗത്ത് പോൾ മൂണിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയി മാറിയത്, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ചന്ദ്രയാനെ കുറിച്ച് ആദ്യം പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇസ് ദ ഡിഫറെൻറ്റ് വേസ് ഓർ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എൻ പെർട്ടിക്കുലർ സ്പേസ് മോഡ്യൂൾ. ചില ടെർമിനോളജീസ് നമുക്ക് പഠിക്കണം. ഓക്കെ, എ ഫ്യൂ ടെർമിനോളജീസ്. The first one is called as an orbiter. Orbiter. പേരിൽ തന്നെ പറയുന്നുണ്ട്, ഇറ്റ് ഇസ് സംതിങ് ദറ്റ് ഇസ് ഓർബിറ്റിംഗ്. ഓർബിറ്റിംഗ് എന്ന് വെച്ചാൽ ഇഫ് ദർ ഇസ് എ പ്ലാനറ്റ് ഓർ എ മൂൺ, ദെൻ എ പെർട്ടിക്കുലർ സാറ്റലൈറ്റ് വിച്ച് ഓർബിറ്റ്സ് അറൗണ്ട് ദ മൂൺ ഈസ് കോൾഡ് ആസ് ആൻ ഓർബിറ്റർ. ഓക്കെ, സോ ദർ ആർ സർട്ടൻ സ്പേസ് ഷട്ടിൽസ് വിച്ച് ആർ ബേസിക്കലി ഓർബിറ്റിംഗ് അറൗണ്ട് ഡിഫറെൻറ്റ് ബോഡീസ് വിച്ച് കുഡ് ബി മൂൺ ഓർ അതർ പ്ലാനറ്റ്സ്. അതാണ് ഓർബിറ്ററിൻ്റെ ഒരർത്ഥം. ദ സെക്കൻഡ് ആസ്പെക്ട് ഇസ് ദറ്റ് ഓഫ് എ ലാൻഡർ. ലാൻഡർ, ഇപ്പം ലാൻഡർ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്ലാനറ്റോ മൂണിൻ്റോ അവിടെ പോയി ഇഫ് ദറ്റ് പെർട്ടിക്കുലർ മോഡ്യൂൾ ലാൻഡ്സ് ഓൺ ദ സർഫസ് ഓഫ് ദ പ്ലാനറ്റ് ഓർ ദ മൂൺ, ദറ്റ് ഇസ് കോൾഡ് ആസ് എ ലാൻഡർ. ലാൻഡർ. ദെൻ ദർ ഇസ് ദ തേർഡ് വൺ വിച്ച് ഇസ് കോൾഡ് ആസ് ദ റോവർ. റോവർ. റോവർ എന്ന് വെച്ചാൽ വൺസ് എ പെർട്ടിക്കുലർ മോഡ്യൂൾ ഈസ് ആക്ച്വലി landed on the surface of the planet or the moon, then it moves from one location to the another. അതിനെയാണ് റോവർ എന്ന് വിളിക്കുന്നത്. അതായത് സർഫസിൽ നിന്ന് ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് നീങ്ങുന്ന ഒരു സാധനമാണ് റോവർ. ഓക്കെ, ഇതുകൂടാതെ ഒരു പാർട്ടും കൂടിയുണ്ട്, അതാണ് ഇമ്പാക്റ്റ് പ്രോബ്. ഇമ്പാക്റ്റ് പ്രോബ്. എന്താണ് ഇമ്പാക്റ്റ് പ്രോബ്? നമ്മൾ നേരത്തെ പറഞ്ഞു ലാൻഡർ. ഓക്കെ, അപ്പോൾ ഈ ലാൻഡർ ചില സമയത്ത് ഇതിന്ന് വരുന്ന ചില വയറ് പോലെയുള്ള പാർട്സ് നമ്മുടെ മൂണിലേക്കോ അല്ലെങ്കിൽ സർഫസിലേക്കോ വിടും. അതിൻ്റെ ഇമ്പാക്റ്റ് അനുസരിച്ച് ഇവിടുന്നുള്ള ഡസ്റ്റ് എല്ലാം ഈ പെർട്ടിക്കുലർ പ്രോബിൽ കളക്ട് ചെയ്ത് വെക്കും. ആൻഡ് ത്രൂ ദാറ്റ് വി ക്യാൻ സ്റ്റഡി അബൌട്ട് ദ ഡസ്റ്റ് ദാറ്റ് ഇസ് ദെയർ. ദാറ്റ് ഇസ് ദ ഐഡിയ ഓഫ് എൻ ഇമ്പാക്റ്റ് പ്രോബ്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന ചില ടെർമിനോളജീസ് ഇനി വരുന്ന ഡിസ്കഷൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം എന്താണ് ഓരോ മിഷനിലും ഏതൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചന്ദ്രയാൻ എന്ന് പറയുന്ന മിഷൻ ബേസിക്കലി ഇന്ത്യയുടെ ലൂണാർ മിഷനായിരുന്നു, സോ ആസ് ടു സ്റ്റഡി ദ മൂൺ. ഇതിൻ്റെ ഫസ്റ്റ് മിഷനായി വരുന്നതാണ് ചന്ദ്രയാൻ 1. ഓക്കെ, സോ ദി ഫസ്റ്റ് മിഷൻ ഈസ് നത്തിങ് ബട്ട് ചന്ദ്രയാൻ 1. This was brought in 2008. Okay, ചന്ദ്രയാൻ 1 2008 കൊണ്ടുവരുമ്പോൾ അതിൽ ബേസിക്കലി ഒരു ഓർബിറ്റർ ആൻഡ് എ മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. It had both an orbiter and a moon impact probe. So this basically had two components. ആദ്യം ഓർബിറ്റ് ചെയ്യാൻ ഒരു ഓർബിറ്ററും പിന്നെ അവിടേക്ക് പ്രോബ് ലാൻഡ് ചെയ്യാനായിട്ട്. ഈ രണ്ട് സാധനങ്ങൾ were actually launched using a PSLV rocket. PSLV റോക്കറ്റ് ആയിരുന്നു ചന്ദ്രയാൻ 1 ബേസിക്കലി ലോഞ്ച് ചെയ്തത്. ഈ ചന്ദ്രയാൻ 1 നമ്മൾ ഭയങ്കരമായ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിസ്കവറിയാണ് ആക്ച്വലി കണ്ടുപിടിച്ചത്. ബിക്കോസ് ഇറ്റ് വാസ് വൺ ഓഫ് ദി ഫസ്റ്റ് സാറ്റലൈറ്റ്സ്
or it was one of the first space modules which basically discovered water on the surface of moon. The discovery of water on the surface of moon. അപ്പോൾ ഈ വാട്ടർ ഡിസ്കവർ ചെയ്യുന്ന ഫസ്റ്റത്തെ മോഡ്യൂൾ ആയതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് ന്യൂസുകളിൽ ചർച്ച ചെയ്തിരുന്നു. ഒരുപാട് സ്പേസ് ഏജൻസീസ് ഇന്ത്യനെ കൺഗ്രാജുലേറ്റ് ചെയ്തിരുന്നു. നാസ പോലത്തെ ഏജൻസീസ് എല്ലാം ആ ടൈമിൽ ഇന്ത്യനെ ഒരുപാട് കൺഗ്രാജുലേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇത് പിന്നെയും ഒരുപാട് മിഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് അഡ്മിറേഷനായി. വി വർ ഇൻസ്പയർഡ് ടു ഗോ ബിയോണ്ട് ആൻഡ് ഗോ ഫോർ സെർച്ചിങ് ഫോർ മോർ ഓൺ ദ മൂൺ. അങ്ങനെയാണ് ഓൾമോസ്റ്റ് 10 വർഷത്തിന് ശേഷം 2019 നമ്മൾ ചന്ദ്രയാൻ 2 കൊണ്ടുവരുന്നത്. The second mission of Chandrayaan. Okay, this was brought in 2019. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ചന്ദ്രയാൻ 1 ഒരു ഓർബിറ്ററും അതുപോലെ തന്നെ ഒരു മൂൺ ഇമ്പാക്ട് പ്രോബും ഉണ്ടായിരുന്നു. 2019 ആയപ്പോഴേക്കും നമ്മുടെ നെക്സ്റ്റ് മിഷനിൽ നമ്മൾ കുറച്ചും കൂടി ഒബ്ജക്റ്റീവ്സ് കൂട്ടി. ഓക്കെ, നമ്മൾ ഇപ്രാവശ്യം വിചാരിച്ച ഒരു സംഭവമാണ് സോഫ്റ്റ് ലാൻഡിങ് ഓൺ ദ മൂൺ. Soft landing on the south pole of the moon. Okay. എന്താണ് സോഫ്റ്റ് ലാൻഡിങ് എന്ന് വെച്ചാൽ ലാൻഡിങ് വിച്ച് ടേക്സ് പ്ലേസ് ഇൻ എ സ്മൂത്ത് മാനർ. അതായത് ഇതാണ് ബേസിക്കലി നമ്മുടെ ലൂണാർ സർഫസ് എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ സ്പേസ് മോഡ്യൂൾ അല്ലെങ്കിൽ ചന്ദ്രയാൻ. ഇത് വളരെ ഫ്രീ ഫോൾ ആയിട്ട് വരികയാണെങ്കിൽ ഇതെന്താവും, ഇവിടെ വന്നിട്ട് ക്രാഷ് ചെയ്യും. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് എങ്ങനെയാണ് വേണ്ടതെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ വരുമ്പോഴാണ് ഇതിനെ സോഫ്റ്റ് ലാൻഡിങ് എന്ന് വിളിക്കുന്നത്. ആൻഡ് വി ട്രൈ ടു എയിം ഫോർ എ സോഫ്റ്റ് ലാൻഡിങ് ഓൺ ദ മൂൺ. ഫോർ ദാറ്റ് ഹിയർ വി യൂസ്ഡ് 3 ഡിഫറെൻറ്റ് മോഡ്യൂൾസ്. 3 മോഡ്യൂളാണ് നമ്മൾ ചന്ദ്രയാൻ 2 കൊണ്ടുവന്നുണ്ടായത്. ദീസ് ആർ an orbiter to orbit around the moon, a lander which is called as Vikram. Okay, ലാൻഡറിന് പേരായിരുന്നു വിക്രം. ആൻഡ് ദെൻ വി ഓൾസോ ഹാഡ് എ റോവർ. സർഫസിൽ നീങ്ങാൻ വേണ്ടിയിട്ടൊരു റോവർ ഉണ്ടായിരുന്നു, അതിൻ്റെ പേരായിരുന്നു പ്രഗ്യാൻ rover. Okay, so these were the 3 modules of Chandrayaan 2. ഇതെല്ലാം നമ്മുടെ GSLV Mark 3 എന്ന് പറയുന്ന റോക്കറ്റിലാണ് വിട്ടത്. അന്നത്തെ അല്ലെങ്കിൽ ഇന്നത്തെയും ഏറ്റവും പവർഫുൾ, ഇസ്രോയുടെ ഏറ്റവും പവർഫുൾ റോക്കറ്റാണ് GSLV Mark 3, otherwise called as Launch Vehicle Module 3. Okay, so this is the other name of GSLV Mark 3, LVM 3. അങ്ങനെ ഇതായിരുന്നു നമ്മൾ ചന്ദ്രയാൻ 2 ഒരു ഉദ്ദേശം. സോ ഇത് ബേസിക്കലി മൂണിലേക്ക് എത്താനായിട്ട് പല വഴികളുണ്ട് അല്ലേ. നമുക്കറിയാം ഇത് എർത്താണെന്ന് വിചാരിക്കാം. ഓക്കെ, മൂൺ എന്താ ചെയ്യുന്നത്? എർത്തിൻ്റെ ചുറ്റും റിവോൾവ് ചെയ്യാണ്. ഇറ്റ് ഇസ് റിവോൾവിങ് അറൗണ്ട് ദി മൂൺ, സോറി ദ എർത്ത്. നൗ ഇവിടേക്ക് നമ്മൾ എർത്തിൽ നിന്ന് മൂണിലേക്ക് നമുക്കൊരു സാധനം അയക്കണമെങ്കിൽ വി ക്യാൻ സിംപ്ലി പുട്ട് ഇറ്റ് ആസ് എ സിംഗിൾ ഷോട്ട്. അവിടേക്ക് ഒരു റോക്കറ്റ് നമുക്ക് സിമ്പിളായിട്ട് നേരിട്ട് ഡയറക്റ്റായിട്ട് മൂണിലേക്ക് എത്തിക്കാം. ബട്ട് ഫോർ ഡൂയിങ് ദിസ് വി ഹാവ് ടു ഹാവ് ഹ്യൂജ് അമൗണ്ട്സ് ഓഫ് ഫ്യൂവൽ. ഒരുപാട് ഫ്യൂവൽ ആവശ്യമുണ്ട്. കാരണം എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ പുള്ള് ബ്രേക്ക് ചെയ്ത് മൂണിൻ്റെ ഗ്രാവിറ്റേഷൻ പുള്ളും ബ്രേക്ക് ചെയ്ത് വേണം അവിടെ ലാൻഡ് ചെയ്യാനായിട്ട്. സോ അത് കാരണം ഇത് ഒരുപാട് ഫ്യൂവലും വേണം, ഒരുപാട് കോസ്റ്റും വേണം. പക്ഷെ നമുക്കറിയാം, നമുക്ക് സ്ഥിരം ഇന്ത്യക്കാർ എന്ത് ചെയ്യും? നമ്മൾ കോസ്റ്റ് മാക്സിമം കുറയ്ക്കാൻ നോക്കും. അന്ന് പല ലൂണാർ മിഷൻസും പണ്ട് ഇങ്ങനെ ഡയറക്റ്റ് ആയിരുന്നു ചെയ്തിരുന്നത്. ബട്ട് ഇന്ത്യ വാണ്ടഡ് ടു ചേഞ്ച് ഇറ്റ്. സോ ഇന്ത്യ വിൽ ഗോ ഫോർ എ ഡിഫറെൻറ്റ് റൂട്ട്. ആദ്യം നമ്മുടെ റോക്കറ്റ് എർത്തിനെ ചുറ്റും പല പ്രാവശ്യം, ഒരു 6-7 പ്രാവശ്യം ഓർബിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് പതുക്കെ അത് മാറി മൂണിൻ്റെ ഓർബിറ്റിലേക്ക് ഇങ്ങനെ പതുക്കെ പോയി and then it will land on the lunar surface. Okay,
സോ ആദ്യം എർത്തിനെ ചുറ്റും പല ഓർബിറ്റിലേക്ക് മാറും, പിന്നീടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ ഇറ്റ് വിൽ ട്രാൻസ്ഫർ ടു ദി നെക്സ്റ്റ് ഓർബിറ്റ് ഓർ ദി അതർ ഓർബിറ്റ്. ദിസ് ഇസ് കോൾഡ് ആസ് ലോ എനർജി ട്രാൻസ്ഫർ. ലോ എനർജി ട്രാൻസ്ഫർ or otherwise called as a slingshot mechanism. Slingshot mechanism എന്നും ഇതിനെ വിളിക്കും. ചിലപ്പോൾ പ്രിലിംസിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം, what is the idea of a slingshot mechanism or what is the idea of a low energy transfer? So it is associated with interplanetary or external space missions. Okay, so ഈ ഒരു ഐഡിയ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ ഇതേപോലെ തന്നെ ചന്ദ്രയാൻ 2ലേക്ക് വരുമ്പോൾ ചന്ദ്രയാൻ 2 ഓൾസോ വെൻറ്റ് ഫോർ ദി ലോ എനർജി ട്രാൻസ്ഫർ. അത് എർത്തിൻ്റെ സർഫേസ് കടന്ന് മൂണിൻ്റെ സർഫേസിലേക്ക് എത്തി ആൻഡ് ഇറ്റ് വാസ് വെരി മച്ച് ക്ലോസ് ടു ദ മൂൺസ് സർഫേസ്. പക്ഷേ മൂണിൻ്റെ സർഫേസിൽ നിന്ന് വെറും 2 കിലോമീറ്റർ അകലെ എന്ത് സംഭവിച്ചു? അതിൻ്റെ കമ്മ്യൂണിക്കേഷൻസ് ഫെയിലായി. ദെൻ it was not able to do a soft landing. The Chandrayaan 2 lander went for a crash landing. നമ്മൾ ഒരുപാട് പൈസ ഇട്ട് ഒരുപാട് ഹോപ്പ് ഉണ്ടായൊരു മിഷനായിരുന്നു ചന്ദ്രയാൻ 2. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് വാസ് നോട്ട് ഏബിൾ ടു കംപ്ലീറ്റ് ഇറ്റ്സ് മിഷൻ ഒബ്ജക്റ്റീവ്. അങ്ങനെയാണ് നിങ്ങൾ ചിലപ്പോൾ ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു 3-4 വർഷം മുമ്പ് ഈ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ് സംഭവിച്ചപ്പോൾ അന്നത്തെ ISRO ചെയർമാൻ ആയിരുന്ന ഡോക്ടർ കെ ശിവൻ ആക്ച്വലി ഈ ഒരു സമയത്ത് ഇമോഷണൽ ആവുകയും എല്ലാം ഉണ്ടായി. സോ ദാറ്റ് വാസ് ആക്ച്വലി ബിറ്റ് ഓഫ് എ സെറ്റ് ബാക്ക് ഫോർ ഇസ്രോ. അങ്ങനെയാണ് പതുക്കെ നമ്മൾ ചന്ദ്രയാൻ 3ലേക്ക് കിടക്കുന്നത്. ചന്ദ്രയാൻ 2ൽ എന്താണോ നമ്മൾ അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തത് അതാണ് നമ്മൾ ചന്ദ്രയാൻ 3ൽ അച്ചീവ് ചെയ്യാൻ നോക്കിയത്. സോ നൗ ലെറ്റ് us try to understand what is the idea of Chandrayaan 3. സോ ചന്ദ്രയാൻ 3 ബേസിക്കലി എന്താണ് ചെയ്തത്? ചന്ദ്രയാൻ 2ൻ്റെ സെയിം ഒബ്ജക്റ്റീവായ സോഫ്റ്റ് ലാൻഡിങ് ഓൺ ദി മൂൺ തന്നെയായിരുന്നു. ചന്ദ്രയാൻ 3യുടെ മിഷൻ നമുക്ക് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദി ഫസ്റ്റ് വൺ വാസ് ദി സോഫ്റ്റ് ലാൻഡിങ് ഓൺ ദ മൂൺ ടു ഡെമോൺസ്ട്രേറ്റ് ദ സോഫ്റ്റ് ലാൻഡിങ് ഓൺ ദി ലൂണാർ സൗത്ത് പോൾ. ഓക്കെ, ഇത് ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. ഇതിനാണ് വിളിക്കുന്നത് ടെക്നോളജിക്കൽ ഡെമോൺസ്ട്രേഷൻ ടു ഡെമോൺസ്ട്രേറ്റ് ദ സോഫ്റ്റ് ലാൻഡിങ് ഓൺ ദ സൗത്ത് പോൾ. ദ സെക്കൻഡ് ആസ്പെക്ട് ഇസ് ടു റോവ് ദ റോവർ ഓൺ ദ ലൂണാർ സർഫസ്. റോവ് ദ റോവർ ഓൺ ദി ലൂണാർ സർഫസ്. Okay, then the third one was to conduct lunar soil analysis. അതായത് ഈ റോവർ നമ്മുടെ ലൂണാർ സർഫസിൽ നീങ്ങുമ്പോൾ ഇറ്റ് ക്യാൻ ആക്ച്വലി കളക്ട് ദ സോയിൽ സാമ്പിൾസ് ആൻഡ് look into its chemical composition and study that particular soil. So these are the 3 objectives of the Chandrayaan 3. Okay, അങ്ങനെയാണ് നമ്മൾ 2022 ബേസിക്കലി വി വെർ ഏബിൾ ടു ഹാവ് ദി പ്രൊജക്ട് ഓഫ് ചന്ദ്രയാൻ 3. ഇതാണ് ബേസിക്കലി ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച റോക്കറ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാം GSLV Mark 3. Okay, so basically this is the GSLV Mark 3 or otherwise called as LVM 3. Okay, അങ്ങനെ LVM 3ലാണ് നമ്മുടെ ചന്ദ്രയാൻ വിട്ടത്. Okay, and then we had 3 modules in this particular mission. Okay, 3 modules ആണ് ഇതിലുണ്ടായത്. They were the propellant module, the lander module and the rover module. Okay, ചന്ദ്രയാൻ 2ൻ്റെ ഓർബിറ്റർ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാരണം നമുക്ക് വീണ്ടും ഒരു ഓർബിറ്റർ വിക്ഷേപിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. സോ ദാറ്റ് ഇസ് ദ റീസൺ ഹിയർ വി ഫോക്കസ്ഡ് ഓൺ പ്രൊപ്പലൻറ്റ് മോഡ്യൂൾ. പ്രൊപ്പൽ ചെയ്യാന്ന് വെച്ചാൽ വി ആർ ബേസിക്കലി പുട്ടിങ് എ ത്രസ്റ്റ് ഓൺ ദി മിഷൻ ആൻഡ് ദെൻ വി വുഡ് ഹാവ് 2 other modules which are the same as that of Chandrayaan 2.
There were other payloads in this particular modules. For example, propellant we had something that was called as shape. Okay, shape എന്ന് പറയുന്ന ഒരു പേലോഡ് ഉണ്ടായിരുന്നു. ലാൻഡറിൻ്റെ ഉള്ളിൽ we had something called as ILSA or ILSA. Then there was something called as Rambha, Langueur module, Chast module. അങ്ങനെ പല മോഡ്യൂൾസ് നമുക്ക് ഇതിനുള്ളിൽ കാണാൻ പറ്റും. ഇതിന് ഓരോ മോഡ്യൂൾസിനും ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൽസ എടുക്കുകയാണെങ്കിൽ അത് ബേസിക്കലി ലൂണാറിൽ സീസ്മിക് ആക്ടിവിറ്റി, ഓക്കെ, സീസ്മിക് ആക്ടിവിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നതാണ്. ഇത്രയും ടെക്നിക്കൽ ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ആകെ അറിയേണ്ടത് എന്താണ്, ഈ 3 മോഡ്യൂൾസ് ഏതാണ്, അത് മാത്രമേ നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. യു ഡോണ്ട് നീഡ് ടു നോ ദ ഡിഫറെൻറ്റ് technical aspects of the Chandrayaan 3. The maximum that the UPSC may ask is that, okay, ഈ ഷേപ്പ് അല്ലെങ്കിൽ ഇൽസ രംഭ എന്നൊക്കെ പറയുന്നത് എന്തായിട്ട് അസോസിയേറ്റഡ് ആണ്. സോ യു കൻ നോർമലി സേ ദാറ്റ് ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ചന്ദ്രയാൻ 3. അത്രയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. സോ ദിസ് ഇസ് അതർവൈസ് നോട്ട് റിക്വയർഡ് മച്ച് വെൻ ഇറ്റ് കംസ് ടു യുവർ UPSC എക്സാമിനേഷൻ. അങ്ങനെ ഈ 3 മോഡ്യൂൾസ് വെച്ച് വി വർ ഏബിൾ ടു ഡെമോൺസ്ട്രേറ്റ് സോഫ്റ്റ് ലാൻഡിംഗ് ഓൺ മൂൺ. അതായത് മിഷൻ ഒബ്ജക്റ്റീവ്സ് ആയ സോഫ്റ്റ് ലാൻഡിംഗ് ഓൺ ദ ലൂണാർ സർഫസ് ആൻഡ് ആസ് വെൽ ആസ് റോവിംഗ് ദ റോവർ എന്ന് പറയുന്ന ഈ 3 ഒബ്ജക്റ്റീവ്സും ചന്ദ്രയാൻ 3 ആക്ച്വലി സോൾവ് ചെയ്യാൻ പറ്റി. ഇറ്റ് വാസ് ഏബിൾ ടു കംപ്ലീറ്റ് ഓൾ ദി മിഷൻ ഒബ്ജക്റ്റീവ്സ്. ആൻഡ് ഇറ്റ് വാസ് ഓൺ August 23 of 2023 that we were able to showcase the soft landing on the moon. Okay, and ഈ ഒരു കാര്യം, ഈ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആണ്. ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഈ സോഫ്റ്റ് ലാൻഡിങ് ഓൺ ദ ലൂണാർ സർഫസ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രീംലി അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അത് കാരണം തന്നെ സക്സസ്ഫുൾ ആവുന്നത് നമ്മുടെ ഒരു കാലിബർ അല്ലെങ്കിൽ നമ്മുടെ റെപ്യൂട്ടേഷൻ ഗ്ലോബലി ഭയങ്കരമായിട്ട് കൂട്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഇതുവരെ ഒരൊറ്റ രാജ്യം പോലും സൗത്ത് പോളിൽ എത്തിയിട്ടില്ല. ഓക്കെ, മൊത്തം ഗ്ലോബലി ആദ്യം ആയിട്ടാണ് ഇന്ത്യ ആണ് സൗത്ത് പോളിലേക്ക് എത്തുന്നത്. ലൂണാർ സർഫസിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് പേര് ലൂണാർ സർഫസിൽ എത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നോക്കുക, മൂൺ ലാൻഡിങ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇവിടെ സോവിയറ്റ് യൂണിയൻ, US-ൻ്റെ ഒക്കെ ഒരുപാട് സ്ഥലങ്ങൾ അവർ ഓൾറെഡി പോയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ പിന്നീട് ചൈനയും കൂടി ഈ ഒരു ക്ലബിൽ ജോയിൻ ചെയ്തു. USSR-ഉം US-ഉം പണ്ട് മുതലേ കോൾഡ് വാർ സമയം മുതൽ ദേ വർ ആക്ച്വലി ഫൈറ്റിംഗ് ടു ഗെറ്റ് ടു ദ മൂൺ. അങ്ങനെയാണ് പല ലാൻഡിങ്സും നമുക്ക് US-ൻ്റെയും റഷ്യയുടെയും കാണാൻ പറ്റുന്നത്. പിന്നീട് ചൈന പല സ്ഥലങ്ങളായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കും സൗത്ത് പോൾ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ദാറ്റ് ഇസ് വെയർ ഇന്ത്യ കംസ് ഇൻ. Okay, so Chandrayaan 3 made India's position in a higher level, and through that India was on the moon. And because of that, this event was very much significant. കാരണം ഇതേ സമയത്ത് ചന്ദ്രയാൻ്റെ ഒപ്പം തന്നെ റഷ്യയുടെയും ഒരു പേടകം വിക്ഷേപിച്ചിരുന്നു. അതാണ് ലൂണ. ഓക്കെ, ലൂണ 25 എന്ന് പറയുന്ന സെയിം സ്പേസ് മോഡ്യൂൾ, ദേ വർ നോട്ട് ഏബിൾ ടു സക്സസ്ഫുള്ളി ഡെമോൺസ്ട്രേറ്റ് എ സോഫ്റ്റ് ലാൻഡിങ്. ആ പെർട്ടിക്കുലർ ലൂണയും ക്രാഷ് ലാൻഡ് ചെയ്തു. ആ ടൈമിലാണ് ഇന്ത്യ പോലത്തെ ഡെവലപ്പിംഗ് കൺട്രിക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാൻ പറ്റുന്നത്. ദാറ്റ് ഇസ് വെരി മച്ച് സിഗ്നിഫിക്കൻറ്റ്. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് സിഗ്നിഫിക്കൻറ്റ് അച്ചീവ്മെൻറ്റ് വി വെർ ഏബിൾ ടു ഡെമോൺസ്ട്രേറ്റ് സംതിങ് ദാറ്റ് ഇസ് വെരി മച്ച് പെക്യുലർ. കാരണം ISRO-ൻ്റെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിക്കുന്നത് ഒരു സൈക്കിളിൽ കൊണ്ടുപോയിട്ടാണ്. അവിടുന്ന് സൈക്കിളിൽ നിന്ന് നമ്മൾ ചന്ദ്രനിലേക്ക് എത്തി. Okay, that is shows the trajectory of ISRO's performance. And because this was such an important event, we decided that the landing site would be named as Shiv Shakti. Okay, Shiv Shakti എന്നാണ് നമ്മൾ ആ ലാൻഡിംഗ് സൈറ്റിനെ നമ്മൾ പേരിട്ടത്. ഓക്കെ, അതുകൂടാതെ August 23 എന്ന് പറയുന്ന ഈ ദിവസം നാഷണൽ സ്പേസ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനും തീരുമാനിച്ചു. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദീസ് പെർട്ടിക്കുലർ ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്സ് ദാറ്റ് വി ഗേവ് സച്ച് കൈൻഡ് ഓഫ് റെക്കഗ്നിഷൻ
that it would be celebrated as the National Space Day. ഇതാണ് ബേസിക്കലി ചന്ദ്രയാനിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, എന്തുകൊണ്ടാണ് സൗത്ത് പോളിൽ നമ്മൾ പോകാൻ ഇത്രയും താല്പര്യപ്പെടുന്നത്? ഇന്ത്യ മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ലൂണയുടെ കാര്യം, ദാറ്റ് ഓൾസോ വാണ്ട്സ് ടു ഗോ ടു സൗത്ത് പോൾ. സോ എന്തുകൊണ്ടാണ് സൗത്ത് പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ മാറുന്നത്? ഇൻഫാക്ട് ഇന്ന് നമ്മുടെ യൂണിവേഴ്സിലെ ഏറ്റവും വിലപ്പെട്ടുള്ള റിയൽ എസ്റ്റേറ്റ് സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സൗത്ത് പോൾ. സോ വൈ ദ സൗത്ത് പോൾ? നമുക്ക് ആ ഒരു കാര്യം ഇനി ഡിസ്കസ് ചെയ്യാം. One of the first reason is that നമ്മൾ നേരത്തെ പറഞ്ഞു വാട്ടറിൻ്റെ ട്രേസസ് ചന്ദ്രയാൻ 1 കണ്ടുപിടിക്കാൻ പറ്റി. Many of these traces were actually found in the South Pole. So there is the presence of frozen water. Frozen water on Chandrayaan, or sorry, on the moon. In fact, പല എസ്റ്റിമേറ്റ്സ് അനുസരിച്ച് ഇത് 600 ബില്യൺ kg ഫ്രോസൺ വാട്ടർ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, 600 ബില്യൺ kg. ഈ വെള്ളത്തിന് കണ്ടുപിടിക്കേണ്ടതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ്? ഇത് വെച്ച് നമുക്ക് ഇവിടുത്തെ ഡ്രിങ്കിങ് വാട്ടർ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുമെന്നതല്ല. ബട്ട് ത്രൂ ദിസ് വാട്ടർ വി ക്യാൻ ഡിറൈവ് എനർജി. വാട്ടറിൽ നിന്ന് ഹൈഡ്രജൻ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വി ക്യാൻ ഗെറ്റ് ഹൈഡ്രജൻ എനർജി വിച്ച് ക്യാൻ ആക്ച്വലി ഹെൽപ്പ് ഇൻ ദി ഫ്യൂവൽ. ഓക്കെ, അതായത് ബാക്കി സ്പേസ് മിഷൻസിന് ഫ്യൂവലായിട്ട് നമുക്ക് മൂണിൽ നിന്ന് കിട്ടും. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു സംഭവമാണ് something that is called as the peaks of eternal light. Peaks of eternal light. ഈ മൂണിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സണ്ണാണെങ്കിൽ സണ്ണിൻ്റെ റേസ് ഈ പറയുന്ന പോൾ റീജൻസിൽ തീരെ കിട്ടുന്നില്ല. സൺസ് റേസ് ആർ ഓൾമോസ്റ്റ് നോട്ട് അവൈലബിൾ on the poles. And because of this, these are icy cold surfaces. In South Pole, we find large mountains. Okay, these are called as peaks of eternal light. കാരണം ഇവിടുത്തെ ടിപ്പിലെല്ലാം നമുക്ക് സണ്ണിൻ്റെ റേസ് കുറേശ്ശെ കിട്ടും. ആ സമയത്ത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളൊരു സോളാർ പാനൽ വെക്കുകയാണ് വിചാരിക്കാം. ഈ പറയുന്ന മൗണ്ടൻ പീക്കിൽ സോളാർ പാനൽ വെക്കുകയാണെങ്കിൽ ആ സോളാർ പാനൽ വെച്ച് നമുക്ക് ഇവിടുത്തെ വെള്ളം അല്ലെങ്കിൽ ഫ്രോസൺ വാട്ടർ ബ്രേക്ക് ചെയ്ത് ഹൈഡ്രജൻ ഓർ ഓക്സിജൻ ആക്കി മാറ്റാം. അങ്ങനെയാണ് ഈ മൗണ്ടൻസിന് ഭയങ്കരധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ദാറ്റ് ഇസ് ദ റീസൺ വൈ വി ആർ എക്സ്പ്ലോറിംഗ് ദ സൗത്ത് പോൾ. ദെൻ ദ തേർഡ് റീസൺ ഇസ് ദാറ്റ് ദി സൗത്ത് പോൾ ഹാസ് വൺ ഓഫ് ദി മോസ്റ്റ് ഡീപ്പസ്റ്റ് ക്രേറ്റേഴ്സ് ഇൻ ദ ഹോൾ യൂണിവേഴ്സ്. ഡീപ്പസ്റ്റ് ക്രേറ്റേഴ്സ്, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഏറ്റ്കിൻ ബേസൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീപ്പായിട്ടുള്ള ക്രേറ്റേഴ്സ് ഒന്നും ഇതുവരെ നമ്മൾ വേറെ എവിടെയും കണ്ടുപിടിച്ചിട്ടില്ല. ഇത്രയും ഡീപ്പ് ക്രേറ്റർ ആയതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ ഇവിടുന്ന് കിട്ടും. ആൻഡ് വെൻ വി നോ മോർ ഇൻഫോർമേഷൻ അബൌട്ട് ദി ഇൻറ്റേർണൽ സ്ട്രക്ചർ, ഇറ്റ് ഹെൽപ്സ് അസ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് നോളേജ് അബൌട്ട് ദി യൂണിവേഴ്സ് ആസ് സച്ച്. എങ്ങനെയാണ് ഈ യൂണിവേഴ്സ് ഉണ്ടായേ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ ക്രേറ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഇസ് ദ റീസൺ വൈ വി ആർ എക്സ്പ്ലോറിംഗ് the South Pole. ഇത് കൂടാതെ we also have lot of prospects for mining. ഓക്കെ, സൗത്ത് പോളിൽ നമുക്ക് ഒരു സാധനം കണ്ടുപിടിക്കാൻ പറ്റും, അതാണ് ഹീലിയം 3 ഐസോട്ടോപ്പ്. ഹീലിയം 3 ഐസോട്ടോപ്പ് നമുക്ക് ഭയങ്കര ആവശ്യമുള്ള സാധനമാണ്. കാരണം ന്യൂക്ലിയർ ഫ്യൂഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ആവശ്യമുള്ളതാണ് ഹീലിയം. ഓക്കെ, ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ നമ്മൾ ന്യൂക്ലിയർ എനർജിയിൽ എന്താണെന്ന് പഠിക്കുന്ന ഒരു സംഭവമാണ്. സോ ആ ഒരു കാര്യം നേടിയെടുക്കാൻ നമുക്ക് മൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ലൂണാർ സൗത്ത് പോൾ. സോ അഗെയിൻ ദാറ്റ് ഇസ് വൺ ഓഫ് ദി റീസൺസ് വൈ വി ആർ എക്സ്പ്ലോറിംഗ് ദ സൗത്ത് പോൾ. ബിക്കോസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഹീലിയം അവിടെ നിന്ന് എടുത്ത് നമുക്ക് എർത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് വി ക്യാൻ എക്സ്പ്ലോർ സ്കോപ്പ് ഓഫ് ന്യൂക്ലിയർ എനർജി. സോ ദീസ് ആർ ദ റീസൺസ് വൈ ദ സൗത്ത് പോൾ ഇസ് ആക്ച്വലി ആൻ ഇമ്പോർട്ടൻറ്റ് ഏരിയ ഫോർ ദി എക്സ്പ്ലോറേഷൻ. നൗ ഈ ചന്ദ്രയാൻ മിഷൻ നമ്മുടെ
ത്രീയിലൂടെ ഇപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റ് നടത്തി. പക്ഷേ ദിസ് ഈസ് നോട്ട് ദി എൻഡ്. ഇതൊരു ബിഗിനിങ് ആണ്. ഇതൊരു പുതിയ പല പല മിഷൻസിനും വേണ്ടിയുള്ള ബിഗിനിങ് ആണ്. സോ എന്താണ് ഇനി ചന്ദ്രയാൻ്റെ ഫ്യൂച്ചർ എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഇസ് ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ? സി, ഇന്ന് ലൂണാർ മിഷൻസ് എല്ലാം ഭയങ്കര കോസ്റ്റ്ലി ആണ്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഒരു രാജ്യം മാത്രം വിചാരിച്ചത് നടക്കില്ല. അത് കാരണം നമ്മൾ ഒരുപാട് രാജ്യങ്ങളായി കൊളാബറേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അതിലത്തെ ഫസ്റ്റ് ആസ്പെക്റ്റ് ആണ് ജപ്പാൻ. നമുക്ക് ഇസ്രോ ഉള്ള പോലെ തന്നെ ജപ്പാന് ജാക്സ ഉണ്ട്, ജാക്സ. സോ ഇസ്രോ is trying to collaborate with JAXA so as to have a rover that will be collaborated and sent to moon. ആ മിഷൻ്റെ പേരാണ് ലൂപെക്സ്. 2024-25 ആകുമ്പോഴേക്കാണ് ഈ ലൂപെക്സ് എന്ന് പറയുന്ന മിഷൻ നമ്മൾ വിക്ഷേപിക്കാൻ തീരുമാനിക്കുന്നത്. That is one area where we are discussing on the future of Chandrayaan. The second aspect is with respect to the Artemis Accords. Okay, Artemis Accords or Artemis mission of NASA. NASA has a plan for sending the lunar mission wherein they will build a base station at the moon. അതായത് ഇവിടെ മൂണിൻ്റെ അവിടെ they are planning to have a base station which is called as Gateway. സോ ജസ്റ്റ് ലൈക്ക് സ്പേസ് സ്റ്റേഷൻ വെക്കുന്ന പോലെ തന്നെ ലൂണാർ സ്റ്റേഷൻ ആയിട്ടാണ് ഗേറ്റ് വേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവഴി നമുക്ക് ആസ്ട്രോണോമേഴ്സിന് വരാനും പോകാനും അവിടെ എക്സ്പെരിമെൻറ്റ്സ് നടത്താനെല്ലാം ഉള്ള ഒരു സ്ഥലം. അതാണ് ഗേറ്റ് വേ എന്ന് പറയുന്ന ഒരു സാധനം ഇസ്രോ വിചാരിക്കുന്നത്. ഈ പെർട്ടിക്കുലർ മിഷൻ്റെ പേരാണ് ആർടെമിസ് മിഷൻ. Artemis mission. But then NASA also inviting other people, other countries to join this mission. അങ്ങനെയാണ് ആർടെമിസ് അക്കോർഡ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. അതായത് ആർടെമിസ് അക്കോർഡ് ഇസ് ബേസിക്കലി എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ ആർ കമ്മിങ് ടുഗെദർ ഫോർ ഫ്യൂച്ചർ പ്രോസ്പെക്റ്റീവ് സെലസ്റ്റിയൽ മൈനിങ്. നാളെ സ്പേസ് എക്സ്പ്ലോറേഷനും സ്പേസ് മൈനിങ്ങിനും വേണ്ടി പല രാജ്യങ്ങളും ഒരുമിച്ച് വരുന്നതിനാണ് ആർടെമിസ് അക്കോർഡ് എന്ന് പറയുന്നത്. Initially, India did not join the Artemis Accords. But in the recent visit of the Prime Minister to the US, 2023 Prime Minister US visit ചെയ്തപ്പോൾ we also became a member of the Artemis Accord. India became the 27th member of the Artemis Accord. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള ഫ്യൂച്ചർ സ്പേസ് മിഷൻസിൽ നാസയുടെ ഹെൽപ്പ് കിട്ടും. ആൻഡ് നമുക്ക് രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്ത് ലൂണാർ മിഷൻസ് സംഘടിപ്പിക്കാം. ദിസ് ഇസ് യൂസ്ഫുൾ ഫോർ നാസ ബിക്കോസ് ഇന്ത്യൻ ചന്ദ്രയാൻ 3 പല ഇൻഫർമേഷൻ അവർക്ക് ഉപയോഗിക്കാം. ദിസ് ഇസ് യൂസ്ഫുൾ ഫോർ ഇന്ത്യ ബിക്കോസ് അവരുടെ പല ടെക്നോളജീസ് നമുക്കും ഉപയോഗിക്കാം. അപ്പോൾ രണ്ടുപേർക്കും ഗുണമുള്ള രീതിയിലാണ് ആർടെമിസ് അക്കോർഡ് ഉള്ളത്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് വി ഫൈൻഡ് ദാറ്റ് ഇന്ത്യ ഇതാണ് 2023 ന്യൂസ് പേപ്പർ ആർട്ടിക്കിളാണ്. ഇന്ത്യ സൈൻസ് ദ US ലെഡ് ആർടെമിസ് അക്കോർഡ്സ്. അതിൻ്റെ ഗുണം എന്താ എന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇറ്റ് ഇസ് ഗോയിങ് ടു ബെനിഫിറ്റ് ദ ഫ്യൂച്ചർ ലൂണാർ മിഷൻസ്. ആൻഡ് ചന്ദ്രയാൻ 3 ലാൻഡിംഗ് സൈറ്റ് ഇസ് ബീങ് കോൾഡ് ആസ് ശിവ് ശക്തി. We said that this is because of the immense potential or a significant event that India was able to soft land on the moon. Because through this is going to help our future. നമുക്ക് ഫ്യൂച്ചറിൽ ഇപ്പോൾ സപ്പോസ് മാർസിലേക്കോ അല്ലെങ്കിൽ ജൂപ്പിറ്ററിലേക്കോ മിഷൻസ് പോകണമെങ്കിൽ നമുക്ക് അത്ര അധികം ഫ്യൂവൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ സാധ്യമല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൂണാർ സർഫസിൽ ഇറങ്ങി അവിടുന്ന് ഹൈഡ്രജൻ ഫ്യൂവലോ ഹീലിയം ഫ്യൂവലോ ഒക്കെ എടുത്ത് നമുക്ക് പിന്നീടുള്ള പ്ലാനറ്ററി മിഷൻസിന് കൊണ്ടുപോകാൻ പറ്റും. ഇത് ബേസിക്കലി സൗത്ത് പോള് ഒരു പമ്പ്, ഒരു പെട്രോൾ പമ്പിൽ നമ്മൾ ദൂരെ യാത്ര പോകുമ്പോൾ ഒരു പെട്രോൾ പമ്പിൽ അതുപോലെയായി മാറാൻ പോവാണ്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ചന്ദ്രയാൻ 3 ഇസ് ജസ്റ്റ് സ്റ്റാർട്ടിങ് ഫോർ ഫർദർ ഇന്റർപ്ലാനറ്ററി മിഷൻസ്. അത് കാരണമാണ് ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതും. ആൻഡ് ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു നോ ഫോർ ദി UPSC എക്സാംസ്. താങ്ക് യു.